അമ്മയിലെ അഡ്ഹോക് കമ്മിറ്റി രൂപീകരണത്തിനെതിരെ പരാതി നടൻ അനൂപ് ചന്ദ്രനാണ് രജിസ്ട്രേഷൻ വകുപ്പിന് പരാതി നൽകിയത്. സൊസൈറ്റി ആക്ടുകൾക്ക് വിരുദ്ധമാണ് അഡ്ഹോക് കമ്മിറ്റി രൂപീകരണം എന്നാണ് പരാതി. ഏകപക്ഷീയമായാണ് കമ്മിറ്റിയെ തിരഞ്ഞെടുത്തത്. പാനൽ ജനറൽ ബോഡിയിൽ ചർച്ച ചെയ്തില്ല എന്നും പരാതിയിൽ പറയുന്നു. അതേസമയം അമ്മയുടെ പുതിയ ഭരണസമിതി തെരഞ്ഞെടുപ്പ് 4 മാസത്തിനകം നടത്താൻ തീരുമാനമായി. നടി അൻസിബ ഹസൻ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കും. സിദ്ദീഖ്, ബാബുരാജ്, ഇടവേള ബാബു തുടങ്ങിയവർ മത്സരിക്കുന്നത് തടയാനാണ് ഒരു വിഭാഗത്തിന്റെ ശ്രമം. അഡ്ഹോക് കമ്മിറ്റി ശനിയാഴ്ച യോഗം ചേരുന്നുണ്ട്. സഹിൻ ആന്റണിയാണ് വിവരങ്ങളുമായി ചേരുന്നത്. സഹിൻ, നാടകീയവും അല്ലാതെയും ഒക്കെയുള്ള പല നീക്കങ്ങളും ഒക്കെ അവിടെ നടക്കുകയാണ്. അമ്മയിൽ നിലവിൽ ഈ അഡ്ഹോക് കമ്മിറ്റി രൂപീകരണവുമായി ബന്ധപ്പെട്ട് വിമർശനങ്ങൾ ഉയർന്നു. അനൂപ് ചന്ദ്രനാണല്ലോ ഉന്നയിക്കുന്നത്. എന്തൊക്കെയാണ് അദ്ദേഹത്തിന്റെ പരാതിയിൽ പറയുന്നത്? നിലവിൽ അമ്മയിൽ നടക്കുന്ന ചരടുവലികൾ എന്തൊക്കെയാണ്? ഷാമിലി, അമ്മയിലെ തർക്കം അവസാനിക്കുന്നില്ല എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. പുതിയ പരാതി ഇപ്പോൾ രജിസ്ട്രാർ വകുപ്പിനാണ് ലഭിച്ചിരിക്കുന്നത്, രജിസ്ട്രേഷൻ വകുപ്പിനാണ് ലഭിച്ചിരിക്കുന്നത്. അത് സൊസൈറ്റി ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്ത അമ്മയിൽ അഡ്ഹോക് കമ്മിറ്റി രൂപീകരിച്ചിരിക്കുന്നത് തെറ്റായ കീഴ്വഴക്കമാണ്. അത് രജിസ്ട്രേഷൻ വകുപ്പിൽ അത്തരത്തിലൊരു നിയമമില്ല എന്നുള്ളത് ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് അനൂപ് ചന്ദ്രൻ പരാതി നൽകിയിരിക്കുന്നത്. രജിസ്ട്രാർക്കാണ് ഇത് സംബന്ധിച്ചുള്ള പരാതി അദ്ദേഹം നൽകിയിരിക്കുന്നത്. നാളെ കൂടുതൽ നടപടികളുമായി അദ്ദേഹം മുന്നോട്ട് പോകുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ അഡ്ഹോക് കമ്മിറ്റി പിരിച്ചുവിടുകയും ഒപ്പം തന്നെ താരസംഘടനയുടെ ഈ സൊസൈറ്റി ആക്ട് പ്രകാരമുള്ള പ്രവർത്തനങ്ങൾ അവസാനിപ്പിക്കുകയും ചെയ്യണമെന്നുള്ളതാണ് അദ്ദേഹം ആവശ്യപ്പെട്ടിരിക്കുന്നതും. ഇതിനിടയിൽ തന്നെ ഈ താരസംഘടനയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് അത് 4 മാസത്തിനുള്ളിൽ നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. അൻസിബ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുമെന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒപ്പം തന്നെ ബാബുരാജ് കൂടാതെ സിദ്ദിഖ്, ഇടവേള ബാബു തുടങ്ങിയവർ മത്സരിക്കാതെ ഇരിക്കാനുള്ള നീക്കവും ആരംഭിച്ചിട്ടുണ്ട്. ശരി, സഹിനാണ് കൊച്ചിയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്. സഹിൻ, മറ്റൊരു കാര്യം, ഇത് അൻസിബയ്ക്ക് വലിയ തോതിലുള്ള ഒരു പിന്തുണ നിലവിൽ. സഹിൻ, കേൾക്കാമോ? അൻസിബയ്ക്ക് വലിയ തോതിലുള്ള ഒരു പിന്തുണ ഇന്നലത്തെ തന്റെ ജനറൽ ബോഡിയിലടക്കം വിവിധ ആളുകളിൽ നിന്നും കേട്ടതാണ്. അതുകൊണ്ട് ഒരു പരിധിവരെ തനിക്ക് നീതി ലഭിച്ചു എന്നടക്കം അൻസിബ പ്രതികരിക്കുകയുണ്ടായി. അപ്പോൾ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് അൻസിബ മത്സരിക്കുമെന്ന് ഈ ഘട്ടത്തിൽ തന്നെ നമുക്ക് മനസ്സിലാവുകയാണ്. അങ്ങനെയെങ്കിൽ അൻസിബ ആ സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കപ്പെടാനുള്ള സാധ്യതയും കൂടുതലല്ലേ? കാരണം ഇത്രയും അധികം പേർ അൻസിബയ്ക്ക് പിന്നിൽ അണിനിരക്കുന്നു. അവർക്കുണ്ടായ അനുഭവങ്ങളിൽ അവർക്കൊപ്പം ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്ന ഈ സാഹചര്യത്തിൽ തീർച്ചയായിട്ടും നല്ല മത്സരം നടക്കുമെന്നുള്ളത് സംശയമില്ലാതെ തന്നെ പറയേണ്ടി വരും. കാരണം അൻസിബയ്ക്കെതിരായി മത്സരിക്കാൻ സാധ്യതയുള്ളത് ജഗദീഷിനെയാണ് ഒരു വിഭാഗം പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഉയർത്തിക്കൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ അൻസിബയും ജഗദീഷും തമ്മിലൊരു മത്സരം വരികയാണെങ്കിൽ നല്ല ശക്തമായ മത്സരമായിരിക്കും നടക്കുക. പക്ഷേ യുവാക്കളുടെയും ഒപ്പം തന്നെ സ്ത്രീകളുടെയും എല്ലാം ഒരു കൂട്ടം അൻസിബയെ കാര്യമായി തന്നെ പിന്താങ്ങുന്നു എന്നുള്ളതാണ്. പ്രത്യേകിച്ചും ഈ പ്രശ്നങ്ങളെല്ലാം സംഭവിച്ചപ്പോൾ അൻസിബയ്ക്ക് വേണ്ട പിന്തുണ എക്സിക്യൂട്ടീവ് കമ്മിറ്റി നൽകിയിരുന്നില്ല. എന്നിട്ടും അവർ അതിനെതിരെ ധീരമായി ചെറുത്തു നിന്നു എന്നുള്ളതാണ്. മാത്രമല്ല, താരസംഘടനയിലെ പല പ്രശ്നങ്ങൾക്കും കാരണമായിട്ടുള്ളത് എക്സിക്യൂട്ടീവ് കമ്മിറ്റി ഒന്നും ചെയ്തില്ല എന്നുള്ളതായിരുന്നു. മുൻപ് അൻസിബ കമ്മിറ്റി മെമ്പറായി നിന്നപ്പോൾ വേണ്ട രീതിയിൽ പെൻഷൻ ഒപ്പം തന്നെ ഓണക്കിറ്റ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം അംഗങ്ങളിലേക്ക് എത്തിക്കുന്നതിനും അതെല്ലാം ലഭ്യമാക്കുന്നതിനും വേണ്ട നടപടികളൊക്കെ കൃത്യമായി ചെയ്തിരുന്ന ഒരാളായിരുന്നു അൻസിബ. അതുകൊണ്ട് തന്നെ താരസംഘടനയിലെ ഭൂരിഭാഗം അംഗങ്ങൾക്കും അൻസിബയുടെ പ്രത്യേക താല്പര്യം കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെ അൻസിബ ജയിക്കാനുള്ള സാധ്യത നന്നേ കൂടുതലുമാണ്. പക്ഷേ ജഗദീഷിനെ കൊണ്ടുവന്ന് ശക്തമായൊരു മത്സരം നടത്താനാണ് ഒരു വിഭാഗം ശ്രമിക്കുന്നത്.